നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ മഞ്ഞുളങ്ങലിൽ റോഡിന്റെ അരികുഭിത്തി നിർമ്മാണത്തിൽ അപാകതയെന്ന ആക്ഷേപം. പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് ആവശ്യം. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മഞ്ഞളങ്ങൽ പാടത്തിനോട് ചേർന്നുള്ള അരികുഭിത്തി നിർമ്മാണമാണ് അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. കനത്ത മഴയ്ക്കിടെയാണ് അരികുഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാമഗ്രികളിൽ കുറവുണ്ടെന്നും ആക്ഷേപമുണ്ട്. പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തില്ലെന്നും ശരിയായ രീതിയിലല്ല നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്നും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് കുറ്റപ്പെടുത്തി. രണ്ടാഴ്ചയായി 150 പരം കുടിവെള്ള കണക്ഷനുള്ള ഈ ഭാഗത്തേക്ക് വെള്ളമില്ല. പ്രധാനപ്പെട്ട ആളുകളേക്ക് ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയപ്പോൾ പിന്നീട് ശരിയാക്കി തരും എന്നൊക്കെയാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 2 ആഴ്ച കഴിയും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് റോഡിന് വികസനത്തിനോ മറ്റുള്ളതിനോ ആരും എതിരല്ല. എന്നിരുന്നാലും ജനങ്ങളെ കുടിവെള്ളം അത് മുട്ടിക്കാൻ പാടില്ല. അപ്പൊ നല്ല വിധത്തിൽ അത് കുടിവെള്ളത്തിന്റെ ആ പൈപ്പുകളും മറ്റുള്ളതും കണക്ട് ചെയ്ത് തരണം എന്ന് വിനീതമായി അപേക്ഷിക്കാണ്. അത് 1-2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നല്ല വിധത്തിൽ തന്നെ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ തന്നെ ഈ കുടിവെള്ള പദ്ധതിക്കാരുടെ നേരെ ഇത് ചെയ്യില്ല, ഞങ്ങൾ പണി ഇത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ സമരത്തിന്റെ ഭാഗം ചെയ്യേണ്ടി വരും. വിരലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് പലപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി നിലവിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണേണ്ട അധികൃതർ മെല്ലെപ്പോക്ക് നയമാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഈ പാടത്തിന്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയ ഈ ഭാഗത്ത് ഒരു കൊടക്കമ്പി പോലുള്ള ഒരു കമ്പിയാണ് ഇതിന്റെ മേലെ ഇട്ട് ഒരു വൈബ്രേഷൻ മെഷീനിന്റെ സഹായം കൂടി ഇല്ലാതെ ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കാണുകയോ MLA ഇപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോൾ MLA ഫോണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും താഴ്ന്നു പോകുന്ന ഒരവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. കൃത്യമായി ഈ രീതിയിലാണ് ഈ പണി ഇവിടെ നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ റോഡും ഭാവിയും ഒരു തകർച്ചയിലേക്കാണ് ഇവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ റോഡ് പണി നമുക്ക് നേരിൽ കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. നിർമ്മാണത്തിന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ വ്യാപകമായി പൊട്ടിയിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ടൊരവസ്ഥ സൈഡ് ഭിത്തി കോൺക്രീറ്റ് ചെയ്യാണ്. അപ്പൊ വെറുതെ വന്ന് നോക്കി നോക്കുമ്പോൾ വളരെ ചെറിയ കമ്പി, അതന്നെ ഞങ്ങളെ കണ്ടപ്പോൾ മുകളിൽ നിന്ന് കമ്പി അടിച്ചിറക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത്. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പോരാതെ ഒരു വൈബ്രേറ്റർ എവിടെയെന്ന് വെച്ചപ്പോൾ ഒരു വൈബ്രേറ്റർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഒരു AO ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്മാരെ ഒരാൾ ഇവിടെ ഇല്ല. ഇപ്പോൾ നമ്പറിൽ ഷൊർണൂർ AXO അടക്കമുള്ള ആളുകളെ വിളിച്ചപ്പോൾ അവരാരും ഫോൺ എടുക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉള്ളത്. അപ്പൊ അടിയന്തരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കുളപ്പുള്ളി മുതൽ പാതയുടെ മഞ്ഞളങ്ങൾ പാടത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇനി പ്രവൃത്തികൾ നടപ്പാക്കാനുള്ളത്. ഇതിലൂടെയുള്ള യാത്രയും നിലവിൽ ദുരിതപൂർണമാണ്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നു. കൂറ്റനാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. പ്രഖ്യാപിച്ച നഗരവികസനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. 4 ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് നഗരത്തിലെത്തിയാൽ നീണ്ട ഗതാഗതക്കുരുക്കിൽ അമരുന്നത് പതിവ് കാഴ്ചയാണ്. രാവിലെയും വൈകിട്ടും തിരക്കേറുന്ന സമയങ്ങളിലുമൊക്കെ വാഹനത്തിരക്കും കുരുക്കുമാണ് കൂറ്റനാടിന്റെ പ്രധാന തലവേദന. തലങ്ങും വിലങ്ങും എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനങ്ങളുമില്ല. നിലവിൽ കൂറ്റനാട് 4 ഭാഗത്തേക്കുമുള്ള പാതയിൽ നല്ലൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പോലുമില്ല. ചാലിശ്ശേരി പാതയിലുണ്ടായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം നഗരവികസനം എന്ന പേരിൽ പൊളിച്ചു നീക്കിയതാണ്. തൃത്താല റോഡിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം 2 വർഷം മുൻപ് തകർന്നു വീണു. ഏറെ തിരക്കുള്ള തണ്ണീർക്കോട് പട്ടാമ്പി പാതയിലും യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പിനെ പീഡികത്തിണ്ണ മാത്രമാണ് ആശ്രയം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്തതാണ് മറ്റൊരു പ്രശ്നം. അക്ഷയ സെന്ററുകളിലേക്കും പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക് പഞ്ചായത്ത്, ആശുപത്രി തുടങ്ങിയ കേന്ദ്രങ്ങളിലെത്തുന്നവരുമുണ്ട്. ഇവരുടെ ഇരുചക്രവാഹനങ്ങൾ പോലും നിർത്തിയിടാൻ ടൗണിൽ സൗകര്യമില്ല. പാതയോരത്ത് എവിടെ നിർത്തിയാലും വാഹന ഉടമകൾക്ക് കച്ചവടക്കാരുടെ മുറുമുറുപ്പ് കേൾക്കേണ്ടി വരും. കാന നവീകരണം നടക്കാത്തതിനാൽ ടൗണിലെ മഴവെള്ളം ഒഴുകിപ്പോകാനും സൗകര്യമില്ല. മഴക്കാലത്തിന് തൊട്ടുമുൻപാണ് ജല അതോറിറ്റിക്കാർ പൈപ്പുകൾ സ്ഥാപിക്കാനായി ചാൽകീറിയത്. ഇതും യാത്രക്കാർക്ക് അപകടക്കെണിയായി മാറി. പെരുകിവരുന്ന സ്വകാര്യ കെട്ടിടങ്ങളുടെ അനധികൃത കയ്യേറ്റങ്ങൾ, വഴിയോര കച്ചവടങ്ങൾ, അനധികൃത പാർക്കിംഗ് ഇവയെല്ലാം ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുന്നുണ്ട്.
ജനുവരിയിൽ മണ്ഡലം MLA കൂടിയായ മന്ത്രി MP രാജേഷ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി 13.3 കോടി വകയിരുത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും യോഗത്തിലായിരുന്നു പ്രഖ്യാപനം. കൂറ്റനാട് നഗരവികസനത്തിനായി സർവേയും മഞ്ഞക്കല്ല് സ്ഥാപിക്കലും നടന്നെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ നഗരവികസന പ്ലാനുകളും പദ്ധതികളും പൂർത്തിയായി വരുന്നതായും പദ്ധതി കഴിയും വേഗം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 2 അതിഥി തൊഴിലാളികളെ ബൈക്കിടിച്ചു. ചാലിശ്ശേരി പെട്രോൾ പമ്പിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയായിരുന്നു അപകടം. അതിഥി തൊഴിലാളികളായ സദാം ഹുസൈൻ, ജഹാംഗീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്തെ മരമില്ലിലെ ജോലികൾ കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഇരുവരെയും കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും KPSTA ആംബുലൻസ് ഡ്രൈവർ അസ്കറിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയിൽ കർഷക സഭ സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ കാർഷിക സഭയിൽ ചർച്ച ചെയ്തു. പട്ടാമ്പി നഗരസഭാ പരിധിയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടായിരുന്നു കർഷക സഭ ചേർന്നത്. നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സഭ നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകളെ ഇവിടെ അവതരിപ്പിക്കുന്നതിനും കൃഷി ഭവനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കർഷക സഭ വിളിച്ചു ചേർക്കുന്നത്. നമുക്കറിയാം, നിരവധിയായ പ്രശ്നങ്ങളുണ്ട് നമുക്ക് കർഷകർക്കിടയിൽ, അല്ലേ? നമുക്ക് നമ്മുടെ വിള നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളെ അവരെ ഒന്ന് ഒഴിവാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. കൃഷി ചെയ്യുന്നവർക്ക് വൻ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് കൂടി ആലോചിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ പട്ടാമ്പി നഗരസഭ 1-ാം വിളയ്ക്ക് കൂടി നമ്മൾ പ്രാവശ്യം ഉഴവുകൂലി വെച്ചിട്ടുണ്ട്. സാധാരണ 2-ാം വിളയ്ക്ക് മാത്രമേ നമ്മൾ വയ്ക്കാറുള്ളൂ. ഇപ്രാവശ്യം 1-ാം വിളയ്ക്ക് കൂടി ഉഴവുകൂലി നമ്മൾ പദ്ധതിയിൽ നീക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കർഷകരെ സഹായിക്കുന്ന രീതിയിൽ വിത്തുകളും വളങ്ങളുമായിട്ട് നമുക്ക് കൃഷിഭവൻ മുഖേന കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതിനൊക്കെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വിളനഷ്ടത്തിന് വരുമ്പോൾ നമ്മൾ അതിന് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. പലരും ഇൻഷുറൻസ് ചെയ്യാതിരിക്കുന്ന മൂലം അവർക്കുണ്ടാകുന്ന കൃഷി നശിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ ലഭിക്കാതെ പോകുന്നത്. ചിലർക്ക് അത് അറിയാത്തത് കൊണ്ടാണ് അവർ ഇൻഷുറൻസ് ചെയ്യാത്തത്. സ്ഥിരസമിതി അധ്യക്ഷ PK കവിത അധ്യക്ഷയായിരുന്നു. P വിജയകുമാർ, N രാജൻ, ആനന്ദവല്ലി, ശ്രീനിവാസൻ, കൃഷി ഓഫീസർ ഹനേഷ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഞാങ്ങാട്ടി AUP സ്കൂളിൽ നടന്ന ജനാധിപത്യ മാതൃകയിലുള്ള സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വേറിട്ട കാഴ്ചയായി. സാധാരണ രീതിയിൽ നടന്നിരുന്ന ലീഡർ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ബാലറ്റ് പേപ്പർ സംവിധാനം ഉപയോഗിച്ചാണ് നടത്തിയത്. LP വിഭാഗത്തിനും UP വിഭാഗത്തിനും വെവ്വേറെയായി 2 ബൂത്തുകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാലയത്തിലെ 78% കുട്ടികൾ വോട്ട് ചെയ്തു. 6-ാം ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 16 കുട്ടികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തു. ആവേശകരവും കൗതുകകരവുമായ തെരഞ്ഞെടുപ്പ് പുതിയ അനുഭവമായി തോന്നിയെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. സർക്കാർ നയങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സ്തംഭിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. മെമ്പർമാരുടെ പ്രതിഷേധം മുന്നൊരുക്കം നടത്തിയിടാതെ നടപ്പിലാക്കിയ കേസ് മാട്ടിൽ തദ്ദേശ ഭരണം കുരുങ്ങുന്നു. സേവനം തേടും ജനത്തിനു മുമ്പിൽ കൈമലർത്തും ജീവനക്കാർ ഓൺലൈൻ സെന്റർ തേടിയലഞ്ഞ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സ്തംഭിപ്പിക്കുന്ന നയങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ആരോപിച്ചുകൊണ്ടാണ് പട്ടാമ്പിയിൽ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. സ്മാർട്ട് പ്രതിസന്ധി, PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിഷേധം. LGML ജില്ലാ പ്രസിഡന്റ് CA സാജിദ് പ്രതിഷേധ സഭ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ക്രിയാത്മകമായ ഒരു ഇടപെടൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തലങ്ങളിൽ നഗരസഭകൾക്ക് മുന്നിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അതിന്റെ ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ നഗരസഭയിൽ പോലും സെക്രട്ടറി റിട്ടയർമെന്റ് ആയിട്ട് പോയിട്ട് മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. പകരം ചാർജ് കൊടുത്തിരുന്ന സൂപ്രണ്ട് റിട്ടയർ ആയിരിക്കുന്നു, മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തൊട്ടുക്കുമുള്ള പഞ്ചായത്തുകളിലെ നഗരസഭകളിലെ ഒക്കെ അവസ്ഥ ഇതുതന്നെയാണ്. ഈ മിക്ക ഇടങ്ങളിലും കഴിഞ്ഞ മാർച്ചിൽ അതല്ലെങ്കിൽ ഏപ്രിലൊക്കെ റിട്ടയർ ആയിട്ട് പോയ ആളുകൾക്ക് പകരം ആളുകളെ നിയമിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് വരുന്ന തസ്തികകളാണ്, ക്ലറിക്കൽ തസ്തികകൾ ഉൾപ്പെടെ പഞ്ചായത്തുകളിൽ നഗരസഭകളിലൊക്കെ കാലിയായി കിടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർ ഉത്തരമില്ലാതെ മറുപടിയില്ലാതെ മടങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫ് ഭവന പദ്ധതി പട്ടാമ്പി നഗരസഭയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഭരണകാലത്ത് നടപ്പിലാക്കിയ കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ പദ്ധതിയാണ് അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് എന്നുള്ളത്. അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. 700-ലധികം ആളുകൾക്ക് നമ്മുടെ കാലത്തു തന്നെ നമുക്ക് അവരുടെ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു. ഇവിടെയുള്ള ഈ പുതുതായി വന്ന ഭരണസമിതി ഉൾപ്പെടെ ആ ബാക്കി വരുന്ന ആളുകൾക്ക് ബാലൻസ് വന്ന വിഹിതം കൊടുക്കുക എന്നതിനപ്പുറത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഒരു ലൈഫ് ഭവന പദ്ധതിക്ക് PMAY പദ്ധതിക്കുള്ള അപേക്ഷ സ്വീകരിച്ചു. CRC അധ്യക്ഷനായിരുന്നു. KR നാരായണസ്വാമി, TP ഉസ്മാൻ, അനസ് കൊടലൂർ, മുനീറ ഉനൈസ്, സേതലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, ലബീബ യൂസഫ്, OP ഷുക്കൂർ, ഷെഫീഖ് പരുവക്കടവ്, OP ലത്തീഫ്, K അനീഫ, KP അൻവർ, UK ഷറഫുദ്ദീൻ, മുനീർ പാലത്തിങ്കൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ആമയൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ആമയൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് റാഗിംഗ് വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. സെക്രട്ടറി അംസ K സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുപദീൻ അധ്യക്ഷനായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ DK അൻവർ സാദത്ത് ക്ലാസ് എടുത്തു. ഈ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു വികാരം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എങ്ങനെ ഹീറോ ആകാൻ കഴിയും എന്നുള്ളതാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളും എങ്ങനെ ഹീറോ ആകാൻ കഴിയും എന്നുള്ള ആലോചനകൾ തന്നെയായിരുന്നു. അങ്ങനെ ഹീറോ ആകാനും ഒരു ഘട്ടത്തിലും ഒരു വിധത്തിലും ഹീറോ ആകാൻ കഴിയാത്ത ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് ഇത്. റാഗിംഗ് കൊണ്ട് ഹീറോ ആകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ വീടുകൾ, നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്നതും കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന റാഗിങ്ങിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സീനിയർ വിദ്യാർത്ഥികൾ ബോധവാന്മാരാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ PV ഗീത, അഡ്മിനിസ്ട്രേറ്റർ AS കരീം തങ്ങൾ, ആന്റി റാഗിംഗ് സെൽ കോർഡിനേറ്റർ P ശാലിനി, IQAC കോർഡിനേറ്റർ ഫാത്തിമ അസ്നത്ത്, T ദിലീപ്, K ഫാത്തിമ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇഡി ക്ലബ് നടത്തിയ ഗ്രാഫ്റ്റ് മേക്കിംഗ്, കൊമേഴ്സ് കണക്ട് തുടങ്ങിയ പ്രോഗ്രാമുകളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചാലിശ്ശേരി സ്വദേശിയായ യുവാവ് ദുബായിൽ ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. ചാലിശ്ശേരി ദുബായ് റോഡ് കൊളവർണയിൽ വീട്ടിൽ മുഹമ്മദ് ഉടിയുടെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് ദുബായിലെ ജോലി സ്ഥലത്ത് വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 3 മണിയോടെയായിരുന്നു അപകടം. ഷിപ്പിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ അജ്മലിന് ഷോക്കേൽക്കുകയായിരുന്നു. 2.5 വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യുന്ന അജ്മൽ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് 1.5 വർഷം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ്. ഈ മാസം 30-ന് നാട്ടിൽ വരാനിരിക്കെയാണ് അപകടം. സുബൈദയാണ് അജ്മലിന്റെ മാതാവ്. അസ്ലഹ, അഫീന, നിഷ എന്നിവർ സഹോദരങ്ങളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.